കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ ഇടതു നേതാക്കളും വിവിധ സംഘടനകളും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മരം മുറിക്കാതെയും സ്ഥലം വിട്ടു നൽകാത്തതുമായ വനംവകുപ്പിന്റെ നിലപാടുകളാണ് പാത നിർമ്മാണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കേന്ദ്ര വന നിയമ ഭേദഗതിയുടെ ഭാഗമായി വനവും ജനവാസ മേഖലയിലും വേർതിരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായവും ഉറപ്പാക്കണമെന്ന് നേതാക്കൾ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നേരിമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്തെ വീതി കൂട്ടുന്നതിനും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും വനം വകുപ്പ് തടസ്സം നിന്നിരുന്നു. ഇതിനെതിരെ ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുവാൻ പാടില്ല എന്ന ഉത്തരവ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് അപ്പീൽ നൽകുവാൻ ഉദ്യോഗസ്ഥർ നീക്കം നടത്തിയതോടെയാണ് സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികളും ഹൈവേ സംരക്ഷണ സമിതിയും ഇടത് നേതാക്കളും മുഖ്യമന്ത്രിയെയും വനം റവന്യൂ മന്ത്രിമാരെയും ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനെയും നേരിൽ കണ്ട് നിവേദനം നൽകിയത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സർക്കാർ അറിയാതെ ഒരു അപ്പീൽ നടപടികളുമായി മുമ്പോട്ട് പോകരുതെന്ന് സംസ്ഥാന സർക്കാർ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഈ വിഷയത്തിൽ സ്റ്റേറ്റ് ലെവലിൽ അടിയന്തരമായി യോഗം ചേരാനും ജില്ലയിൽ ഇത് സംബന്ധിച്ച് വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം വന മേഖലകൾ പങ്കുവയ്ക്കുന്ന പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്തുകളുടെയും അവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങളുടെയും സഹകരണത്തോടെ വനം വെരിഫൈ ചെയ്യുമെന്ന ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ 2023 കേന്ദ്ര വനനിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിന് വനവും വനേതര ഭൂമിയും വേർതിരിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ഉറപ്പാക്കണം. നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, റസാഖ് ചൂരവേലിൽ PM ബേബി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. റിപ്പോർട്ടർ, ഇടുക്കി.